വീരഭദ്രസ്വാമി പെട്ടെന്ന് വൈരിഘാതകൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ആദി ദീർഘമായ ശരീരത്തോടുകൂടി അനേകം കൈകളോടുകൂടി ത്രിസൂര്യൻ ദൃക്ക് എന്നാണ് 3 സൂര്യന്റെ ആ പ്രകാശം പോലെയുള്ള ആ തൃക്കണ്ണോട് കൂടിയിട്ട് കരാള ദംഷ്ട്രയൊക്കെ ആയിട്ട് കപാലമാല ധരിച്ചുകൊണ്ട് അവിടെ വിവിധങ്ങളായ കൈകളിൽ ആയുധമൊക്കെ ആയിട്ട് ഒരു സ്വരൂപമായിട്ട് വൈരജാതൻ വീരഭദ്രൻ എന്ന് പറയുന്ന ആ സ്വാമി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഈ ക്രോധത്തിൽ മഹാദേവൻ വാളം എടുത്തു ഒരു കൈ പിടിച്ചോളൂ, ദക്ഷനെ കയ്യിൽ പിടിച്ചോളൂ പറഞ്ഞിട്ടുള്ളൂ. ദക്ഷനെ യാഗത്തോടുകൂടി നശിപ്പിക്കുമോ? പെട്ടെന്നാവട്ടെ, നശിപ്പിച്ചിട്ട് പെട്ടെന്ന് വന്നോളൂ കേട്ടോ, ഞാൻ എൻ്റെ ഭടന്മാരിൽ 1ാം സ്ഥാനത്തിന് അങ്ങേ നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ പൊടിപടലങ്ങളോട് ഉയർത്തിക്കൊണ്ട് വീരഭദ്രസ്വാമി യാഗശാലയിലേക്ക് ഭൂതങ്ങളോട് എത്തി. ഇവിടെ യാഗശാലയിലുള്ള ഹോമകുണ്ടങ്ങളൊക്കെ മൂത്രമൊഴിച്ചും മറ്റുള്ളവരൊക്കെ കൂടി നശിപ്പിച്ചു. അവിടെ ആരൊക്കെ മഹാദേവനെ യാഗത്തിൽ നിന്ദിച്ചോ അവർക്ക് മുഴുവൻ കിട്ടേണ്ടത് കിട്ടി. ഈശ്വരൻ നിന്ദ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതുപോലെ തിരിച്ചടി കിട്ടും. പല്ലടിച്ച് കാട്ടിയവരുടെ പല്ല് മുഴുവൻ അടിച്ചു കൊഴിച്ചു. കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിച്ചവരുണ്ടായിരുന്നു. മഹാദേവനെ നിന്ദിക്കുമ്പോൾ അവർ കണ്ണ് ചൂഴ്ന്നെടുത്തു. ഈ ഭൃഗു ആണ് നിയമം ധരിച്ച് ഈ യാഗം നടത്തിയത്. അദ്ദേഹത്തിന്റെ താടി പിടിച്ച് പാറച്ചിങ്ങനെ വലിച്ചെറിഞ്ഞു. ദക്ഷൻ എന്താ ചെയ്യുന്നത് നോക്കിയപ്പോൾ ദക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ബ്രഹ്മാവിന്റെ അനുഗ്രഹം വാളുകൊണ്ട് വെട്ടിയിട്ടൊന്നും എഴുത്ത് മുറിക്കാൻ പറ്റില്ല എന്നൊരു പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ തന്നെ വാളത്തെ കൈ ഇവിടെ ഉണ്ടായിക്കോളും, കൈ വേറെ ഉണ്ടല്ലോ, താലിട്ട് യാഗാഗ്നിയിൽ ഹോമിച്ചു. എത്രയോ ആടിൻ്റെയൊക്കെ ശരീരഭാഗങ്ങൾ ഹോമിച്ചത് യാഗം നടത്തിയാക്കിപ്പോൾ കിട്ടിയില്ല, സ്വന്തം തല തന്നെ പോയി. അഹങ്കാരമുള്ള തലയുടെ കത്തി എരിഞ്ഞു. ഇതോടുകൂടി വലിയ ദുഃഖത്തിലായിട്ട് നമ്മൾ വീരഭദ്രസ്വാമി തിരിച്ചു വന്ന് എന്ത് ചെയ്തു? മഹാദേവന്റെ സമീപത്ത് ശാന്തരായിട്ട് നിന്നപ്പോഴും വീരഭദ്രസ്വാമിക്ക് അന്ന് മഹാദേവൻ കൊടുത്തൊരു അനുഗ്രഹമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ദേവിയായാലും വിഷ്ണു ആയാലും ഉണ്ണികൃഷ്ണനായാലും ഗുരുവായൂരപ്പനായാലും ഏത് ശ്രീപത്മനാഭനായാലും വിരോധമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും സെക്യൂരിറ്റിയുടെ പ്രധാനിയായിട്ട് ആരെ നിയമിച്ചു? വീരഭദ്രസ്വാമിയെ നിയമിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും തെക്ക് ഭാഗത്ത് ആർക്ക് സ്ഥാനമുണ്ട്? ഒരു വലിയ കല്ലും അതിലൊരു കാണാം, ഒരു 9 ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാം. സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയാണ്. അതുകൊണ്ട് വീരഭദ്രന് ക്ഷേത്രത്തിലൊക്കെ തെക്ക് ഭാഗത്ത് സ്ഥാനമുണ്ട്. ചിലർക്ക് സ്ഥാനം കാണുന്നില്ലെങ്കിലും അവിടെ ഉണ്ട് നടത്തും. വിശേഷപ്പെട്ട ക്രിയകൾ നടത്തുമ്പോൾ അവിടെ തൂകുന്ന സ്ഥലമാണ്. സ്ഥാനങ്ങൾക്ക് കൊടുത്തു. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും